ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓവനും ബീറ്ററും മിക്സിയും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. എങ്ങനെ നോക്കിയാലോ? ആദ്യം ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. കാരമൽ ചെയ്തെടുക്കുമ്പോൾ ഇത്ര തിക്കാവണ്ട, എൻ്റെ ഇത് കുറച്ച് തിക്കായി. ഇതിന് ശേഷം ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വന്നാൽ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഗ്രാമ്പു പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫാക്കാം. ഇത് ചൂടാറുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിൽ 1.5 കപ്പ് മൈദ എടുക്കാം. 1 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചതും 1/2 സ്പൂണ് ഗരം മസാലയും 1/4 സ്പൂണ് ഉപ്പും 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് 2 തവണയെങ്കിലും അരിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇനി നമ്മുടെ പ്ലം കേക്ക് ഓവനില്ലാതെ എങ്ങനെ ബേക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സാധാരണ അലുമിനിയം പാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് റിങ് ഇറക്കി വെക്കാം. ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുക വരാൻ ചാൻസ് കൂടുതലാണ്. അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇറക്കി വെക്കാം. 10 മിനിറ്റ് മീഡിയം തീയിൽ ചൂടാക്കാൻ വെക്കാം. ഇത് ഇനി ഈ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറിയ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ചെറിയ ചൂടാണെങ്കിലും കുഴപ്പമില്ല. ചൂട് കൂടിയാൽ മുട്ട വെന്ത് പോവും. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ച ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ മൈദ 2 ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കാഷ്യൂനട്ടും 1/2 കപ്പ് ബദാമും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ. അടുത്തത് നമുക്ക് ബേക്കറി ടിൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രഷ് വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് മൈദ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും വിതറി കൊടുക്കാം. പതിയെ ഇത് കൊട്ടിക്കളയാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിൽ വല്ല ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒരു ഈർക്കിൾ യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗം കൊണ്ട് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാ ഭാഗം കൊണ്ട് തട്ടി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഭംഗിയാക്കാം. ഇനി ഇവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ നല്ലോണം ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഒരു 45 മിനിറ്റ് മീഡിയം തീയിലും അതിന് ശേഷം ഒരു 20 മിനിറ്റ് വരെ ചെറിയ തീയിലും വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ 1 മണിക്കൂറായി ഈ കേക്ക് ആയി കിട്ടാനായിട്ട്. കേക്ക് വെന്തെന്ന് അറിയാനായിട്ട് ഒരു ഈർക്കിൾ വെച്ചിട്ട് കുത്തി നോക്കണം. അതിൽ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ കേക്ക് വെന്തു, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചെങ്കിൽ കുറച്ച് നേരം കൂടി കേക്ക് വെക്കണം. അതിന് ശേഷം തണുത്തതിന് ശേഷം സൈഡിൽ കൂടെ ഒരു കത്തി വെച്ചിട്ട് ഓടിച്ചാൽ മതി. എന്നിട്ട് കേക്ക് തിരിച്ചിട്ടിട്ട് തട്ടി കൊടുത്താൽ കേക്ക് കിട്ടും. ഇന്ന് കേക്ക് മുറിക്കുന്നില്ല, നാളെ അല്ലെങ്കിൽ മറ്റന്നാളായി മുറിക്കുമ്പോഴാണ് കേക്കിന് ടേസ്റ്റ് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.